ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറി അൺഫോൾഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സോയാബീൻ വെച്ചിട്ട് നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കില്ലേ, അതുപോലെ സോയാബീൻ ഒന്ന് വരട്ടിയെടുക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഞാനൊരു സോയാബീൻ അഡിക്റ്റഡ് പേഴ്സണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ. പാച്ചുവിനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സോയാബീൻ കൊണ്ട് എന്ത് ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഒന്ന് വരട്ടിയെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് സോയാബീൻ കുറച്ച് നേരം ഇട്ട് വെക്കും. അതിനുശേഷം അത് 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെക്കും. എന്നാലും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ പിഴിഞ്ഞെടുത്ത് ആ സോയാബീൻ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി ചൂട് കയറ്റി നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ വെള്ളമൊക്കെ മാക്സിമം പൊയ്ക്കോളും. വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയി വന്നോളും. അപ്പോൾ ഇത് അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കുക്കിങ്ങും വീഡിയോ എടുക്കലും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ വളരെ സാഹസികമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഗൈസ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഒക്കെ തലതിരിഞ്ഞ് പോയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും. ശരിക്കും ഞാൻ സോയാബീൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു 10-12 വർഷം മുമ്പാണ് കേട്ടോ. അന്ന് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇതെൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് സംഭവമായിട്ട് മാറുമെന്ന്. എന്താണ് ഇതിൽ ഇത്രയ്ക്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് ഇത് ഇഷ്ടമേ അല്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ പെടുന്ന ആളാണ് കേട്ടോ ഞാനും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വിറകടുപ്പും ഗ്യാസും രണ്ടും നമ്മൾ ഈക്വലായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഈ കടുക് വറുക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ ഡിസ്റ്റൻസ് നിന്നിട്ട് പരിപാടികളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അതിനകത്ത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ചും കൂടെ മാറി നിൽക്കും. പൊട്ടിത്തെറികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോഴത്തേന് കറിവേപ്പില കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ്. നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. തേങ്ങാക്കൊത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മെഴുക്ക് പുരട്ടി വെക്കുമ്പോഴൊക്കെ ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ സോയാബീനിൽ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ബീഫൊക്കെ വരട്ടുമ്പോൾ അതിലൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇടില്ലേ, അപ്പോൾ ഉള്ളൊരു ടേസ്റ്റൊക്കെ തന്നെ. ഓക്കെ, അപ്പം ഈ തേങ്ങാക്കൊത്തിൽ നമ്മൾ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആ തേങ്ങാക്കൊത്തിലൊന്ന് പിടിക്കുമ്പം അതിലൊന്ന് പിടിച്ച് വരും ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1.5 സവാള, ഒരു മീഡിയം സൈസ് വരുന്ന സവാള, 2 പച്ചമുളക്, അതും കൂടി നമ്മളിതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ശരിക്കും ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ നോർമലി വെറുതെ വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കുക്കറി ചാനലൊക്കെ കാണില്ലേ, അതേപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ പ്രോസസ്സും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയും. ഇതൊക്കെ ചെയ്യുമ്പോൾ അടുത്താരും കാണരുത്, അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചമ്മും. സോ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഈ ടൈമിലാണ് ഞാൻ കറിക്ക് വേണ്ടുന്ന ഉപ്പ് അത്രയും ആ ടൈമിൽ തന്നെയാണ് ഇടാറ്. ഉള്ളി ഇട്ടിട്ട് ഉടനെ തന്നെ ഇടാറുണ്ട്. അപ്പം ഉള്ളി ഇട്ടിട്ട് ഇത് ഇടുമ്പോൾ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിയും നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ മസാലകളും ഇടുകയാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ കുരുമുളക് പൊടി. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. പാച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും, കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ അറിയാം, നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും. പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ എരിവ് കൂടിയാൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പാച്ചു അത്യാവശ്യം എരിവ് കഴിക്കുന്ന ആളാണ്, പക്ഷെ നമ്മൾ എന്നാലും ഒരുപാട് എരിവിട്ട് നമ്മുടെ ഒരു ടേസ്റ്റിൽ അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്, നമ്മുടെ ഉള്ളിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സോയാബീൻ ചേർത്ത് ഇതിൽ നന്നായിട്ട് ഈ ഒരു മിക്സുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെറിയ സോയാബീനും വലിയ സോയാബീനും രണ്ടും കൂടെ മിക്സ് ചെയ്താട്ടോ എടുത്തേക്കുന്നത്. ചെറുത് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അത് പോരാഞ്ഞിട്ട് കുറച്ചും കൂടെ വലുതും കൂടെ ഇട്ട് രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. വലിയ സോയാബീനാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. പക്ഷേ നമുക്കിവിടെ അടുത്ത് എപ്പോഴും നമുക്ക് കിട്ടാറുള്ളത് ഈ ചെറിയ സോയാബീനാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോഴാണ് വലിയ സോയാബീൻ വാങ്ങി വരാറ്. അപ്പോൾ നമ്മളുടെ
സോയാബീൻ വരട്ടിയത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഞാനിങ്ങനെ അടുപ്പിൽ വെച്ച് ഇങ്ങനെ ഇളക്കിയിരിക്കും. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആവി കയറ്റി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതിന് ശരിക്കും ടേസ്റ്റ് വരിക. അപ്പോൾ ഇനിയും നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പം ചോറൊക്കെ കൂട്ടി ഒരു പിടിക്കണം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. ആൻഡ് നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.